ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാവോ? കേൾക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എങ്ങനെയുണ്ട്? HSA നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ മൊഡ്യൂൾ 2-ന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. കാരണം തിയറട്ടിക്കൽ പാർട്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് ഒത്തിരി സോഴ്സിൽ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ നമുക്ക് അത്യാവശ്യം തിയറട്ടിക്കൽ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോവാം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരുടെ കയ്യിൽ ഒരു ബുക്കും പേനയും ഒരു പേപ്പറോ പേനയോ ഉണ്ടായിരിക്കണം. ചെയ്യിക്കുന്ന പ്രോബ്ലംസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ആൻസർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്ര ലെവലിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സുകൾ ഉള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുക. അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും സിലബസിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളൊരു 1 hourൽ താഴെ വരുന്ന ലൈവ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പ്രോബ്ലത്തിലൂടെ പറയേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി സംസാരിക്കുക കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് തന്നെ നിങ്ങൾ പോവുക. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാണ്. കാണുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തേലും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി റിപ്ലൈ തരണേ. മെസ്സേജ് അയച്ചാൽ കാണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു ചെറിയ നമ്മുടെ സ്റ്റുഡൻസിനല്ലാതെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിന് ചെറിയൊരു ഓറിയൻറ്റേഷൻ പോലെ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ലൈവാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കുക. ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മിനിമൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഐഡിയാസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കൂടത്തിൽ കുറച്ച് കൺസെപ്റ്റുകളും നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നോക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. C കപ്പാസിറ്റിയും D അകലവുമുള്ള ഒരു കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ T is equal to D/2, അതായത് തിക്നെസ് D/2 ഉള്ള ഒരു ലോഹ പ്ലേറ്റ് വെച്ചു എങ്കിൽ പുതിയ കപ്പാസിറ്റി എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കിട്ടിയോ? C കപ്പാസിറ്റിയും D അകലവുമുള്ള ഒരു കപ്പാസിറ്റർ പ്ലേറ്റുകൾ, അതിൻ്റെ ഇടയിൽ ഒരു T ഈക്വൽ ടു D/2 തിക്നെസ് ഉള്ള ഒരു ലോഹ പ്ലേറ്റിനെ നമ്മൾ വെക്കുകയാണ് എങ്കിൽ പുതിയ കപ്പാസിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? മൈക്ക് ഓണാക്കി സംസാരിക്കണേ. എല്ലാവരും ഒന്ന് തന്നെ ട്രൈ ചെയ്യുക. ഒരു മിനിറ്റ് ടൈം നിങ്ങൾക്ക് തരാം. ആ ഒരു സമയത്തിനുള്ളിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയോ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിച്ചേ.
അതൊക്കെ നമ്മൾ എപ്പോഴും അറിയേണ്ട C is ഇക്വേഷനുകൾ. just epsilon 0 A by D ആണ് മിസ്സേ. ഓക്കെ. C is equal to epsilon 0 A by D. ഇത് ജനറൽ ആയിട്ടുള്ള കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ്. എന്നാൽ ഒരു തിക്നെസ് ഡി ഉള്ള ഒരു തിക്നെസ് ടി ഉള്ള ഒരു സ്ലാബ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമോ? ഇല്ല മിസ്സേ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷനും കൂടെ ഞാൻ പറയാം, പിന്നെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. C is equal to epsilon 0 A by D minus T plus T by epsilon R. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരു കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയിൽ, ഒരു കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ നമ്മൾ വേറൊരു ലോഹ പ്ലേറ്റിനെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ആ പ്ലേറ്റിന്റെ തിക്നെസ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ജനറൽ ആയിട്ട് നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. C ഈക്വൽ ടു എപ്സിലോൺ A ബൈ D എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഇതിൽ ഒരു കണ്ടന്റ് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? D/2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടിയിൽ D/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എപ്സിലോൺ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ C കപ്പാസിറ്റിയും D അകലവുമുള്ള കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ T ഈക്വൽ ടു D/2 കട്ടിയുള്ള ഒരു ലോഹ പ്ലേറ്റ് വെച്ചു. കണ്ടോ? ഒരു ലോഹ പ്ലേറ്റ്, അതാണ് അവിടുത്തെ കീ പോയിന്റ്. അപ്പൊ ഒരു ലോഹത്തിന്റെ എപ്സിലോൺ ആറിന്റെ വാല്യൂ എന്താ? ഇൻഫിനിറ്റി ആണ്. കണ്ടോ? ഈ പോയിന്റും ഈ ഇക്വേഷനും ഈ പോയിന്റും അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. ഈ ഇക്വേഷൻ എല്ലാവരും എഴുതിയെടുക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാം, ചെയ്തിട്ട് സൊല്യൂഷൻ പറയാം കേട്ടോ. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ബി ആണോ? ബി, 2C ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ബോക്സ് ആണ് ആൻസർ. 2C ആണ് ആൻസർ വരിക. അപ്പൊ എങ്ങനെയാ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഹലോ, ചോദിച്ചോ. ഈ കപ്പാസിറ്റിയും കപ്പാസിറ്റൻസും സെയിം തന്നെയാണോ? കപ്പാസിറ്റി, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കേ മിസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ C ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ, എന്താണ് ഇക്വേഷൻ? ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. D മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ അല്ലേ? അപ്പോൾ സാധാരണ ഒരു കപ്പാസിറ്ററിന്റെ, ഇത് നമുക്ക് C ഡാഷ് എന്ന് കൊടുക്കാം. സാധാരണ ഒരു കപ്പാസിറ്ററിന്റെ എപ്സിലോൺ 0 A ബൈ ഡി, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ടി എന്ന് പറയുന്നത് D/2 ആണെന്നറിയാം. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നറിയാം. അപ്പോൾ നമുക്ക് C ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്സിലോൺ 0 A ബൈ ഡി മൈനസ് D/2 പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ. ഈ എപ്സിലോൺ ആർ ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? 0.
0. ഓക്കെ, അപ്പൊ ഈ ടേം മൊത്തത്തിൽ പോയി. പിന്നെ ഉള്ളത് എപ്സിലോൺ 0 എ ബൈ 2d മൈനസ് ഡി, ഡി ബൈ 2 എന്ന് വരും. അതായത് ഈക്വേഷൻ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് എഴുതാം. അതായത് 2 ടൈംസ് ആദ്യത്തതിന്റെ കപ്പാസിറ്റൻസ്. കിട്ടിയോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെന്റ് ആയിട്ടുള്ള എക്സാമുകൾ വളരെ പാരലലും പെരിഫറലും ആയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ചെറിയൊരു വ്യതിയാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാമോ? ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഈ PPT ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ എഴുതി സമയം കളയണ്ട, അല്ലെ നമുക്ക് ടൈം ഒത്തിരി പോവേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. സഫല കപ്പാസിറ്റൻസ് കണക്കാക്കുക. സഫല കപ്പാസിറ്റൻസ് അതായത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണക്കാക്കുക. ഇമേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. കിട്ടിയോ ആൻസർ? 3c/2 ആണ്. എല്ലാവർക്കും കിട്ടിയോ? എന്തെങ്കിലും മാറ്റമുള്ള ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ എന്ന് പറയണേ. 3c/2 ആണ് ഇപ്പൊ ഒരാൾക്ക് കിട്ടിയേക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പം 3c/2 കിട്ടിയ ആള് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഈ രണ്ട് കപ്പാസിറ്റർ ഇതേതാണ്, പാരലൽ ആണ് അല്ലെ? അപ്പൊ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വന്നു? 2c എന്ന് വന്നു. പിന്നെ ഇതിനെ സീരീസ് ആയിട്ട് എടുത്തു, അങ്ങനെയല്ലേ ചെയ്തത്? മുകളിലത്തെ സിയും പിന്നെ വെർട്ടിക്കലായി നിൽക്കുന്ന സിയും സീരീസിലെടുത്തു. c/2 കിട്ടി. താഴത്തെ സിയും പാരലാക്കി. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും എങ്ങനെയാണെന്നറിയോ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു കണക്ഷന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മൾ ഒരു സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോ ഇവിടെ ആക്ച്വലി ഇത് രണ്ടും പാരലലാണ് ഈ കപ്പാസിറ്റർ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കപ്പാസിറ്റൻസ് പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് എന്താണ്? റെസിസ്റ്റൻസിന്റെ നേരെ തിരിച്ചാ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ? C1 + C2 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ അതിന് ഇഫക്റ്റീവ് ആയിട്ട് 2c എന്ന് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു കപ്പാസിറ്റർ നോക്കിക്കേ, ഇതിന്റെ ഈ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആണ് ഡീൽ ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഇത് A എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റർ ആണ്. അല്ലെങ്കിൽ ഇതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇതിനകത്ത് ഇതിലേക്ക് ചാർജ് വരത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആൻസർ ഏത് വരും? 2c വരും. മനസ്സിലായോ? ഒന്നും കൂടെ പറയോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കപ്പാസിറ്റർ പാരലൽ ആയതുകൊണ്ട് 2c ആണ് റിസൾട്ട് നമുക്ക് വരിക.
പക്ഷെ ഈ ഒരു കപ്പാസിറ്റർ നോക്കുക, തേർഡ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർ കണക്ഷനിൽ വരുന്ന കപ്പാസിറ്ററിന്റെ പ്രത്യേകത നോക്കി. ഈ പോയിന്റിലും ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു, ഇവിടുന്ന് എ എന്ന് പറയുന്ന പോയിന്റ് ജോയിൻ ചെയ്യുന്നു അല്ലെ. ഇപ്പൊ രണ്ട് പോയിന്റും ഒരേ പൊട്ടൻഷ്യൽ ആണ് ഈ പോയിന്റിലും ഈ പോയിന്റിലും വരുന്നത്. അപ്പോൾ ഒരേ പൊട്ടൻഷ്യൽ വന്നാൽ എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യലിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? കപ്പാസിറ്ററിലേക്ക് ചാർജിങ്ങും കറണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഷണ്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കണക്ഷനിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യില്ല? ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യനുകൾ എക്സാമിന് വരുമ്പോൾ എപ്പോഴും കണ്ടോ, ഓപ്ഷൻ എ തന്നെ 3C/2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരാളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമൽ, അതായത് സീരീസ് പാരലൽ കണക്ഷനും കപ്പാസിറ്ററിന്റെ ഇക്വേഷനും അറിയുന്ന ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3C/2 കിട്ടുകയും നമ്മൾ അത് കറപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇതേപോലുള്ള എക്സാമുകൾക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഞാൻ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഉള്ള പോലത്തെ ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ റാൻഡം ആയിട്ടുള്ള കുറേ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഴ്സുകളുണ്ട് കിട്ടാൻ അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തേന് ടൈം കളയുന്നില്ല. ഇത് ഓരോ ക്വസ്റ്റിനും കുറച്ച് സമയം എടുക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ ആണ്? കപ്പാസിറ്ററിന്റെ. ടീച്ചർ, അപ്പോ നമുക്ക് മറ്റേ രണ്ടെണ്ണല്ലേ പാരലലായി വെച്ചിട്ടുള്ളത്, അപ്പൊ അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ലേ? അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു എൻഡ് ഈ പോയിന്റിൽ നിന്ന് ഒരു എൻഡ് പോകുന്നുണ്ട്, ഈ പോയിന്റിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് പോകുന്നുണ്ട്. എയും ബിയും അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നില്ലേ? എയും ബിയും എയുടെ എൻഡിൽ ഇത് അവിടെ പൊട്ടൻഷ്യൽ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടുന്നും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ? പൊട്ടൻഷ്യൽ മാറ്റം വരും. പക്ഷെ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ഒന്ന് മനസ്സിലായോ? ഓക്കെ. ഞാൻ ഈ ഫിഗർ മാറ്റി വരച്ചിട്ട് ഈ PPT ഇട്ടേക്കാം കേട്ടോ, അല്ലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ. കറക്റ്റ് ഫിഗർ വരച്ചിട്ട് ഞാൻ PPT ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പീക്ക് കറണ്ട് കണക്കാക്കുക. പീക്ക് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? I0. ഇത് ഏതിലെ ക്വസ്റ്റ്യനാ? ഏത് ടോപ്പിക്കിലെ ക്വസ്റ്റ്യനാ? ഏത് നമ്മുടെ സിലബസിൽ ഏത് ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യനാ ഇത്? LCR ആണോ? നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ പീക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ സർക്യൂട്ട് റെസൊണൻസ് സർക്യൂട്ട് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ V എന്ന് പറയുന്നത് 30, ഇതൊന്ന് നോട്ട് ചെയ്യുക, 30 sin 10t ആണ് V കേട്ടോ. പിന്നെ 100 mHഉം 100 മൈക്രോ ഫാരഡും 120 ഓമും. അതായത് L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. പീക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് I0 കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ഇതിനകത്ത് റെസൊണൻസ് സർക്യൂട്ടിലാണ് എന്നൊക്കെ ഓരോ ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ അതൊക്കെ ഇതിൽ ഉപയോഗിക്കാനുണ്ടെന്നുള്ള ചിന്ത വേണം കേട്ടോ.
കിട്ടിയോ ആർക്കെങ്കിലും? ഞാൻ ചെയ്യട്ടെ, നിങ്ങൾ കണ്ടുപിടിക്കോ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒക്കെ എല്ലാവരും പഠിച്ചില്ല. ഒത്തിരി കൺസെപ്ച്വൽ ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ തന്നെ ഒരു നല്ല ഒരു അവർ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോവാം. ഞാൻ ചെയ്താലോ? ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വി നമുക്ക് തന്നിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു 30 sin 10t എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? വി ഇസ് ഈക്വൽ ടു, നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? V0 sin ഒമേഗ ടി, അല്ലെങ്കിൽ നമുക്ക് വിന് വരെ EMF അങ്ങനെ പഠിച്ചിരിക്കുന്നവർക്ക് E0 sin ഒമേഗ ടി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V0യുടെ വാല്യൂ അല്ലെങ്കിൽ E0യുടെ വാല്യൂ എന്താന്ന് കിട്ടി? ആ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? എത്രയാ? 30. E0യുടെ വാല്യൂ 30 എന്ന് കിട്ടി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്കറിയാം എന്താണെന്നറിയാം, EMF E is equal to IR അല്ലെങ്കിൽ V equal to IR. ഓംസ് ലോ വെച്ചിട്ട് ഇത് നമുക്കറിയാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E0 is equal to I0. E0 ആയതുകൊണ്ട്, ഈ മാക്സിമം ആയതുകൊണ്ട്, ഈ പീക്ക് ആയതുകൊണ്ട് I മാക്സിമം ഇൻറ്റു R എന്ന് പറയാം. ഇനി ഇതൊരു റിസണൻസ് സർക്യൂട്ട് ആണ് അല്ലെ? എല്ലും സിയും ആറും വരുന്നുണ്ട്. ആ സമയം നമ്മൾ ആറിനെ എന്താ വിളിക്കുക? എന്താ വിളിക്കുക? പ്രത്യേക ടേം, ഈ ഇംപിഡൻസ്. അപ്പൊ E0 ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇസഡ് വെച്ചിട്ടാണ് നമ്മൾ ഇംപിഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് ഇസഡിന്റെ വാല്യൂ കണ്ടാ പോരെ? ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ എല്ലാരും. ഒരു എല്ലും സിയും ആറും ഉള്ള സർക്യൂട്ടിലെ ഇസഡ് എന്താണ്? ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ്, പറ പഠിച്ചിട്ടില്ലേ? റൂട്ട് ഓഫ് ആർ സ്ക്വയർ. പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. XL എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡക്ടറിന്റെ ഇംപിഡൻസ് ആണ്. XC എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇനി നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. XL മൈനസ്, അപ്പൊ റെസണൻസ് സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താ? XLും XCയും സെയിം ആയിരിക്കും. അറ്റ് റെസണൻസില് XL ഈക്വൽ ടു XC ആയിരിക്കും. അപ്പൊ ഈ ടേം പോയല്ലോ, ഈ ടേം പോയി. അപ്പൊ Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ, അതായത് Z ഈക്വൽ ടു R എന്ന കൺസെപ്റ്റ് ഇവിടെ വന്നു. ക്ലിയർ ആണോ? അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് I0 കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ I0 ഈക്വൽ ടു E0 ബൈ Z. E0യുടെ വാല്യൂ എന്താണ്? 30. 30 ബൈ Z എന്ന് വെച്ചാൽ ഈക്വൽ ടു R ആണ്. Rന്റെ വാല്യൂ ഫിഗറിൽ തന്നിട്ടുണ്ട് 120. അപ്പൊ 30 ബൈ 120 എത്രയാണ്? 0.25. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ?
ഓക്കെ മിസ്. എല്ലാവർക്കും മനസ്സിലായോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. നമ്മൾ പക്ഷെ ആ ടോപ്പിക് ഒന്ന് ലീവ് ചെയ്യരുത്. നമ്മൾ അതൊക്കെ വിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ലീവ് ചെയ്യരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക പ്രേരണത്തിൽ പ്രേരിതമായ ചാർജ് എന്തിനെ ആശ്രയിക്കുന്നില്ല? വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ്, പ്രേരിത ചാർജ് എന്ന് വെച്ചാൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ്, ഇതിൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോയിലിന്റെ പ്രതിരോധം. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഫ്ലക്സിലെ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഓപ്ഷൻ സി സമയം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാ വരിക? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമയമാണോ മിസ്? സമയമാണ് ആൻസർ വരിക. എങ്ങനെയാ കിട്ടിയത്? ആണോ മിസ്? ടൈം ആണ് വരിക. എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? പ്രതിരോധം ഇൻക്രീസ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യില്ലേ? അപ്പം മാഗ്നറ്റ് നല്ല സ്പീഡ് ആണെങ്കിലും നമ്പർ ഓഫ് ടേൺസ് കൂട്ടാണെങ്കിലും അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂട്ടും പ്രതിരോധത്തിൽ ബന്ധം വന്നു. പിന്നെ ഫ്ലെക്സിൽ മാറ്റം ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഫ്ലെക്സിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ആലോചിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം? നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് Q ഈസ് ഈക്വൽ ടു IT ആണ് അല്ലെ? Q ഈസ് ഈക്വൽ ടു IT ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V/R ഇൻറ്റു T അല്ലെ? V ഈക്വൽ ടു IR. അല്ലെങ്കിൽ ഇവിടെ V എന്ന് പറയുന്നത് എന്താണ്? EMF ആയിട്ട് എഴുതി കഴിഞ്ഞാൽ E/R, EMF by R ഇൻറ്റു T. നമുക്കത് പാരലലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ EMF, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്താണ്? -N dφ/dt. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലേ? ഇൻഡ്യൂസ്ഡ് EMF. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും dφ/dt, ഫ്ലക്സിലെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, ബൈ R ഇൻറ്റു T അല്ലേ? ഇപ്പൊ ഈ ടിയും നമുക്ക് ഇത് dt ആണ്, T ആണെങ്കിലും സെയിം ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് Q ഈസ് ഈക്വൽ ടു dφ/R എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിയേ, കോയിലിന്റെ പ്രതിരോധം ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്ലക്സിലെ മാറ്റം dφനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ടൈമിനെ. മനസ്സിലായോ? ഇങ്ങനെയൊന്നും ചെയ്യണ്ട. കുട്ടി പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നോർമലി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഇക്വേഷൻ വെച്ച് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
എന്താരും ഒന്നും പറയാത്തെ? ക്ലിയർ ക്ലിയർ ആണ് ആണോ? മിസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണ് മിസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാലോ. L വശമുള്ള ഒരു സമചതുരത്തിന്റെ 4 കോണുകളിലായിട്ട് Q അളവുള്ള ഒരു ചാർജ് വെച്ചിരിക്കുകയാണ്. ഈ സമചതുരത്തിന്റെ കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന, സെന്ററിൽ അനുഭവപ്പെടുന്ന വൈദ്യുത പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഒരു സമചതുരം, അതിന്റെ സൈഡ് L ആണ്. അതിന്റെ 4 കോണുകളിലായിട്ട് Q മാഗ്നിറ്റ്യൂഡുള്ള ഓരോ ചാർജുകളെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചതുരത്തിന്റെ സെന്ററിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ആർക്കെങ്കിലും കിട്ടിയോ? ബി ആണോ? 1/4πε0 4q / √2l. ആണ് കിട്ടുന്നത്. ബി കിട്ടിയോ ആർക്കെങ്കിലും? ഒന്നും കൂടെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കി. അതില് അതല്ല ആൻസർ. ഞാൻ ചെയ്താലോ? സി ആൻസർ. സി ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാ ചെയ്തത്? സി കിട്ടിയ ആള് സെന്ററിലേക്ക് ഉള്ള ലെങ്ത് √2l വരും. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നും ഡിസ്റ്റൻസ് √2l വരും. എന്നിട്ട് 1/4πε0 q/r എന്നുള്ളതിൽ 4 സൈഡിൽ നിന്നുള്ളത് 4q ഉണ്ടാവും. 4 സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ട്. പിന്നെ മേലെ 4q താഴെ 4πε0 അല്ലേ, അതിലെ 4ഉം കട്ട് ചെയ്ത് താഴത്തുള്ള √2ഉം മേലെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ √2 കൊണ്ട് താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നോക്കാം. ഏകദേശം ഐഡിയ കറക്റ്റ് ആണ്, നോക്കിക്കോട്ടോ. അപ്പോൾ ഒരു സമചതുരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സമചതുരത്തിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ 4 സൈഡിലും Q എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഇതിന്റെ സെന്ററിൽ, ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ചോദ്യം. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. B = 1/4πε0 q/r. Q/r ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ Q ഇതിലേക്ക് ചെലുത്തുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ Q ഇങ്ങോട്ട് ചെലുത്തുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ Q ഇങ്ങോട്ട് ചെലുത്തുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ Q ഇങ്ങോട്ട് ചെലുത്തുന്ന പൊട്ടൻഷ്യൽ. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്.
ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്, ക്യൂവും സെയിം ആണ്, ചാർജും സെയിം ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒരു സ്ക്വയറിന്റെ കേസിൽ നമുക്കറിയാം ഡയഗണൽ ബൈസെക്ട് ചെയ്യും അല്ലേ. അപ്പൊ അതുകൊണ്ട് ആറും ക്യൂവും സെയിം ആയതുകൊണ്ട് പിന്നെയുള്ളത് 1/4πε0 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈംസ് എന്ത് ചെയ്താൽ മതി, 4 ടൈംസ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q/R കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം മാത്രമേ അപ്പം എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 × 1/4πε0 Q/R കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി R കണ്ടാൽ പോരെ. R എങ്ങനെയാ കാണുക, പൈതഗോറസ് തിയറം വെച്ചിട്ട് L² + L² = R². ഇതാണ് ടോട്ടൽ R എന്ന് പറയുന്നത്, ഇതായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 2L² = R² എന്ന് വരും. അപ്പൊ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, √2L എന്ന് വരും. ഇവിടെ നമുക്ക് R മൊത്തം ഡിസ്റ്റൻസ് ആ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ R എന്താ, കാൽക്കുലേറ്റ് ചെയ്യുന്ന R ഇവിടം തൊട്ട് ഇവിടം വരെയാ. അപ്പൊ ഇവിടെ /2 കൂടെ കൊടുക്കാം. മനസ്സിലായോ? ഇത്രയും കിട്ടിയോ? ടീച്ചറെ ആ ആറ് കണ്ടുപിടിച്ചത് ഒന്നും കൂടെ പറയോ? R നമ്മുടെ സാധാ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് സ്ക്വയറിന്റെ R കണ്ടുപിടിക്കുന്നത് തന്നെയാ സംഭവം. ഇങ്ങനെയാ, ഇതാണ് ക്യാപിറ്റൽ R, ഇത് L, ഇത് L അല്ലേ. അപ്പൊ L² = എന്താ വരിക, സോറി L², പൈതഗോറസ് തിയറം എന്താ, L² + L² = ക്യാപിറ്റൽ R². അപ്പൊ 2L² = ക്യാപിറ്റൽ R². L² R ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ R = √2L. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ R എത്ര മാത്രമാണ്, ഇവിടം വരെയുള്ള കുഞ്ഞാറായിട്ട് എടുത്തു. അതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R/2 അല്ലേ. അപ്പൊ √2L/2 എന്ന് വരും. അപ്പൊ നമ്മൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ √2 × √2 എന്ന് എഴുതാം. കട്ട് ചെയ്യുമ്പോൾ L/√2 നമുക്ക് എടുക്കാം. മനസ്സിലായോ? ഓക്കെ മിസ്സേ, മനസ്സിലായി. ഇനി ജസ്റ്റ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെട്ടാനുള്ളതൊക്കെ വെട്ടി കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കിട്ടും. L/√2 എന്നല്ല, അതായത് 4 × 1/4πε0 Q/R എന്താണ്, L/√2. ഇത് എടുക്കുമ്പോൾ 4ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ 1/ε0 √2നെ മുകളിലോട്ട് √2 Q/L. ഇതല്ലേ നമ്മുടെ ആൻസർ. ഈ √Qന്റെ ഇവിടെ ഇല്ല കേട്ടോ. കിട്ടിയോ? മിസ് സ്ക്രീൻ ഷെയറിംഗ് നിർത്തിയതാണോ? കാണുന്നില്ല. കാണുന്നില്ല. അറിയില്ല. ഇല്ല, കാണുന്നില്ല. ഇതൊന്നും കണ്ടില്ലേ? എത്ര നേരമായി പോയിട്ട്? ഇപ്പൊ പോയിട്ടുള്ളൂ. ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് പറയണേ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോ ഇല്ല മിസ്, കാണുന്നില്ല. ഒരു സെക്കൻഡേ. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം.